ഇങ്ങനെ മാക്സിമം ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, എന്നിട്ടും ചിലപ്പോൾ അങ്ങോട്ട് എത്തുന്നില്ല. അതുകൊണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്ത് ബദറിലേക്ക് വേഗം വരാനാണ് ശ്രമിക്കുന്നത്. കാരണം ദിവസങ്ങൾ വളരെ കുറവാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞു. അവർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പകരം കെടുത്തി. അവിടൊക്കെ കുറേ പാഠങ്ങളുണ്ട് നമുക്ക്. ശരിക്കും അതൊക്കെ പഠിക്കണം. എന്തോ ആകട്ടെ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുന്നു. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രക്ഷപ്പെടുന്നു. നേരെ അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. ഞാൻ ചുരുക്കിയാണ് പറയുന്നതെന്ന് പല തവണ ആവർത്തിക്കുന്നുണ്ട്. കാരണം പറയുമ്പോൾ വലിയ ബേജാറുമുണ്ട്. അതുകൊണ്ട് ബാക്കിയൊക്കെ ഒരുപാട് വിടുന്നുണ്ട്, നിങ്ങൾ വിട്ട് കളയുന്നു നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ടാണ് പിന്നെ അവിടുന്ന് ശരിക്കും ദിശ മാറിയിട്ടാണ് റസൂൽ സഞ്ചരിച്ചത്. അത് റസൂലിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു. വാരിസ സ്ട്രാറ്റജി എന്ന് പറയാറുണ്ട്. ഒരു ഹദീസ് ഉണ്ട്, ഹർബ് ഖുദഅത്തുൻ, യുദ്ധം തന്ത്രമാണ്. അല്ലാണ്ട് ഭയങ്കര മസിൽ പവർ കാണിക്കലല്ല ശരിക്കും യുദ്ധം എന്ന് പറഞ്ഞാൽ. ഒരു സ്ട്രാറ്റജിയാണത്, തന്ത്രമാണ്. ഒരു നല്ല ധീരനായ ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, അയാളൊരു 10 ആള് വളയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ 10 ആളുടെ ഒപ്പം നിൽക്കണമെന്നല്ല ബുദ്ധി. അവിടുന്ന് തന്ത്രപരമായി തടി സലാമത്താക്കണം. അതാണ് ബുദ്ധിയുള്ള ആൾ ചെയ്യുക. കാരണം അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അതൊന്നും ധീരതക്കെതിരൊന്നുമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിശ മാറി ഓപ്പോസിറ്റ് ദിശയിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന പോക്കിലാണ് 3 ദിവസം ഗാർ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അവിടെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. സൗർ ഗുഹ കണ്ടവരുണ്ടായിരിക്കും കൂട്ടത്തിൽ, കാണേണ്ടതാണ് നമ്മൾ. എന്താ പറയുക, ആ ഇരുത്തൊക്കെ നമ്മൾ കാണുമ്പോൾ അത്ഭുതകരമായി നമുക്ക് ഞെട്ടലോടുകൂടിയല്ലാതെ നമുക്കതൊന്നും അയവിറക്കാൻ കഴിയില്ല. അള്ളാഹു തആല കണ്ടവർക്ക് ഇനിയും കാണാനും, അത് കണ്ട് പ്രത്യേക ഇബാദത്തൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിനിടക്ക് പറയുമ്പോൾ അത് കണ്ടാൽ പ്രത്യേക പുണ്യമൊന്നുമില്ല. പക്ഷെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നമ്മൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പേരും പുറപ്പെടുകയാണ്. ഒരുപാട് സംഭാഷണങ്ങളുണ്ട്. പുറപ്പെട്ടു. പിന്നെ ഒളിച്ചിരുന്നതൊക്കെ അതൊക്കെ കഴിഞ്ഞ് നേരെ പുറപ്പെട്ടു മദീന ലക്ഷ്യം വെച്ച് പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടെ ഒരു സംഭവമുണ്ട്. റസൂലിനെ കാണാനില്ല, നേരം വെളുത്തു. അപ്പോൾ മക്കാരൊരു ഒരു സമ്മാനം പ്രഖ്യാപിച്ചു. ഇനാം, മുഹമ്മദിനെ കൊല്ലുന്നവർക്ക്, തലയെടുത്ത് വരുന്നവർക്ക് 100 ഒട്ടകം തരാമെന്ന്. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാലം മനസ്സിൽ സങ്കല്പിച്ചോളൂ. അതൊരു 100 എണ്ണം തരാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരുപാട് ആളുകൾ ശ്രമിച്ചു. അതിൽ സുറാക്ക ഭയങ്കര മല്ലനാണ്, ഭയങ്കര കുതിരപ്പടയാളിയുമാണ് സുറാക്ക റസൂലുള്ളാഹിനെ പിടിക്കാൻ ശ്രമിക്കുന്നതും വഴിയിൽ പലതവണ സുറാക്കയുടെ കുതിര മുട്ടുകുത്തുന്നതും മറിഞ്ഞു വീഴുന്നതും ഒക്കെയുള്ള രസകരമായ സംഭവമായ യാത്രക്കിടയിലുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ യാത്രയ്ക്ക് ശേഷം മദീനയിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ മദീനക്കാർ വരവേൽക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെയാകുമ്പോൾ ഈ ഈന്തപ്പനയുടെ മുകളിലും മറ്റുമൊക്കെ കയറിയിട്ട് ഇങ്ങനെ നോക്കും അകലക്ക് റസൂൽ എങ്ങാനും വരുന്നുണ്ടോ എന്നൊക്കെ ആകാംക്ഷയോട് കൂടി. അങ്ങനെ എല്ലാ ദിവസവും വെയിലാവുമ്പോൾ അവർ വീടണയും. അങ്ങനെ ഒരു ജൂതനാണ് അത്ര ആദ്യമായിട്ട് റസൂലിനെ കാണുന്നത്. അങ്ങനെ അപ്പോൾ ആ ജൂതൻ ഇങ്ങനെ വിളിച്ചു പറയും, വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അവർ വീട്ടിൽ നിന്നൊക്കെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടി ബദറു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈന മാദാ ലില്ലാഹി ദാ അയ്യുഹൽ മബ്ഉസു ഫീനാ ജിഅത ബിൽ അംറിൽ മുത്താ جئت شرفت المدينة مرحبا يا خير داع. ഇനിയുണ്ട് അതിൻ്റെ വരികൾ. ഇത് ആ കുട്ടികളൊക്കെ ദഫ് മുട്ടിയിട്ട് റസൂലിനെ ഇങ്ങനെ സ്വീകരിക്കണം. മനോഹരമായ ഒരു വരവേൽപ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കും മദീനയിൽ കിട്ടുന്നത്. അങ്ങനെ അവിടുന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ തൽക്കാലം കട്ട് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞു. അവിടെ പള്ളി ഉണ്ടാക്കുന്നു, അവിടെ ഒരു ഇസ്ലാമിക ഭരണഘടന ഉണ്ടാക്കുന്നു, ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മക്കക്കാർ വിടൂല തന്നെ. മക്കക്കാർ ഇനിയും
വിടൂല. അവർ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലും സഹാബികളെ കണ്ടാൽ, കച്ചവട സംഘത്തെ കണ്ടാൽ, ചെറിയ ചെറിയ കൂട്ടത്തെ കണ്ടാൽ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇനി പ്രതിരോധിക്കാനുള്ള അനുവാദം മുസ്ലിങ്ങൾക്ക് കിട്ടുകയാണ്. സ്വാഭാവികമായും ഒരു ആട്ടമുണ്ട്. ഒരു ആട്ടത്തിനെ നിരന്തരമായി ശല്യപ്പെടുത്തുമ്പോൾ പ്രതിരോധിക്കാമല്ലോ. പ്രതിരോധം സാറ് പറയാറുണ്ട് അപരാധമല്ല എന്നൊക്കെ. ഇപ്പോൾ ഓരോരാട്ടവും അവരുടെ 40% പൈസ ചെലവഴിക്കുന്നത് ഡിഫൻസിന് വേണ്ടിയെന്നാണ്. അതാരും തെറ്റാണെന്നൊന്നും ആരും പറയില്ല. ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നിരിക്കുന്നു. അങ്ങനെ നിരന്തരമായി മക്ക വിട്ടിട്ട് പോലും അങ്ങനെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അവരെ ഒഴിഞ്ഞുപോയി എന്നുള്ളതൊക്കെ ഒഴിവാക്കുക. അവിടെയും അവർ സമ്മതിച്ചില്ല. മദീനയിലും നിരന്തരമായി ശല്യപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും പിന്നെ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം സിറിയയിൽ നിന്ന് വലിയ ലക്ഷങ്ങളുടെ കച്ചവട ചരക്കുമായി സിറിയയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നുണ്ട്. ഇത് നല്ലൊരു അവസരമാണ്, അവരെ തടയാം. ന്യായമുണ്ടല്ലോ, അവരെ തടയാം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി കൂടി ആലോചിക്കുന്നു. ആലോചിച്ച ശേഷം പിന്നെ അവരെ തടയാൻ തീരുമാനിച്ചു. അപ്പൊ യുദ്ധത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു കച്ചവട സംഘമാണ്, അവരും യുദ്ധത്തിന്റെ ഒരുക്കത്തിലൊന്നുമില്ല. അവരെ തടയാൻ തീരുമാനിച്ചു. ഈ വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ ഉടനെ ഒരു ദൂതനെ, ചാരന്മാരൊന്നും ഉണ്ടാവുമല്ലോ, ചാരന്മാരൊന്നുണ്ട്. ഇപ്പൊ ഇറാനിലൊക്കെ മുഴുവനും മൊസാദിന്റെ ആളുകളാണ് പറയുന്നത്. വെറുതെ ഒന്നുമല്ല, കൃത്യമായി ഇത്ര സ്കെച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ മൊസാദിന്റെ ചാരന്മാരുണ്ടെന്ന. റസൂലിന്റെ കൂടെ ഉടനെ തന്നെ കപടവിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു. അതന്നെ ഈ ചാരന്മാര്, മുനാഫിക്ക്, ത്വരപ്പന്മാര്. ഈ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞ കുലംകുത്തികൾ എന്നൊക്കെ പറയില്ലേ, അതന്നെ. നമ്മൾ മുനാഫിക്ക് എന്ന് പറയും, അവർ കുലംകുത്തി എന്നൊക്കെ പറയും. അങ്ങനെ അബൂ സുഫിയാന് വിവരം കിട്ടി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത്. ഉടനെ അബൂ സുഫിയാൻ ഒരു ദൂതനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. മക്കയിൽ വിവരം അറിയേണ്ട താമസം അവിടെ കാത്തിരിക്കണം മറ്റാള്, അബൂജഹല്. അയാൾ എടുത്തുചാട്ടക്കാരനാണ്. അബൂജഹൽ പെട്ടെന്ന് ആളുകളൊക്കെ കൂടി സംഘടിപ്പിച്ചു. ഇതൊരവസരമാണ്, ഈ അവസരത്തോടു കൂടി മുഹമ്മദിനെയും കൂട്ടരെയും ഭൂമുഖത്ത് ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വലിയൊരു സൈന്യം അവിടുന്ന് പുറപ്പെടുകയാണ്. അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടു, റസൂലിനെ കിട്ടിയില്ല. അബൂ സുഫിയാൻ ഭയങ്കര തന്ത്രജ്ഞനായിരുന്നു, ഭയങ്കര മാന്യനുമായിരുന്നു. മക്കയിലെ തലയെടുപ്പുള്ള അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ വളരെ പ്രധാനിയായ ഒരാളാണ് അബൂ സുഫിയാൻ. നല്ല മാന്യനായ ഒരു മനുഷ്യനായിരുന്നു. അബൂ സുഫിയാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആരവായാലും റളിയല്ലാഹു അൻഹു വരുന്നില്ല. കാരണം നമുക്കറിയുന്ന അബൂ സുഫിയാൻ മുസ്ലിം അല്ലാത്തൊരു അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയണം. മുസ്ലിം അവനോട് കൂടി എല്ലാ പാപം പൊറുക്കപ്പെട്ടില്ലേ, റസൂലിന്റെ സഹാബിയായിട്ട് ആയില്ലേ. മക്കം ഫതഹിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദ്, ആരാണ് ഹിന്ദ്? ഹംസ റളിയല്ലാഹുവിന്റെ തലയോട്ടി തുരന്നെടുത്ത് അതിൽ കള്ളൊടിച്ച് കുടിച്ച് നൃത്തം ചെയ്ത ഹിന്ദ് എന്ന് പറയുന്ന അബൂ സുഫിയാന്റെ ഭാര്യ, അവരുടെ മകനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. എന്തോ ആകട്ടെ, പിന്നെ അങ്ങനെ അബൂ സുഫിയാൻ വിവരം അറിയിച്ചതനുസരിച്ച് അവര് അവിടുന്ന് പുറപ്പെട്ടു. അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടു. ഉടനെ അബൂ സുഫിയാൻ അടുത്ത ദൂതനെ പറഞ്ഞയച്ചു, വേണ്ട, മക്കയിൽ നിന്ന് ആരും വരേണ്ടതില്ല, പിന്നെ ഞങ്ങൾ സേഫാണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ തൽക്കാലം യുദ്ധം വേണ്ട. പക്ഷെ അബൂജഹൽ സമ്മതിച്ചില്ല. അബൂജഹൽ ഇങ്ങനെ കാലി തുള്ളുകയാണ്. അബൂജഹൽ പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള പല ഗോത്രങ്ങളും പല കപടന്മാരും ഈ അവസരം മുതലെടുത്ത് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അവർ പുറപ്പെടുന്നു. അപ്പൊ ഇവിടുന്ന് സ്വഹാബികൾ ഇപ്പൊ അവർ പുറപ്പെടുന്ന രംഗം എങ്ങനെയെന്നറിയാം ഈ പറയുന്നത്. അത് പുറപ്പെടുന്ന ഹാലടക്കിയിട്ടാണ് കവി അത് ഇങ്ങനെയാണ് പറഞ്ഞത്. മൊയിൻകുട്ടി വൈദ്യര് അദ്ദേഹത്തിന്റെ ഇശല് പോലും കൊടുത്ത് തുടരി മദ്ദളവും മുരശൊരു മറുവറ്റകളും ഭജയോട് തുടികൾ ദപ്പുകളും കൈമണി ധ്വനികൾ താശകളാൽ കുടുമ പുല്ലുകൾ ചൂള പൂളകൾ കൊമ്പ് ചങ്കുകളാൽ തകൃതികൾ തോള് താളമ ഓടി ചാടിയും സപ്പ് നിപ്പുകളാൽ ഒരു തരം ബഹളം പിടിച്ച മദ്ദളം മുട്ടി പെണ്ണുങ്ങൾ നൃത്തം ചെയ്ത് കള്ളു കുടിച്ച് അർമാദിച്ച് ആ ഇശല് കൊടുത്താൽ അങ്ങനെയാണ് തുടരി മദ്ദളവും
മുരസ്വര് മറുവ ഒറ്റകളും അങ്ങനെ ഹാലിളകിയിട്ടാണ് മക്കയിൽ നിന്ന് അബൂ സുഫിയാനും കൂട്ടരും വരുന്നത്. അല്ല, അബൂ ജഹലും കൂട്ടരും മക്കയിൽ നിന്ന് അവർ 1000-ഓളം പേരുണ്ട്, ഒരുപാട് വാഹനമുണ്ട്, തിന്ന് കുടിച്ച് അർമാദിച്ചാണ് വരുന്നത്. എന്ത് ചെയ്യും? ഒരു യുദ്ധത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ ശത്രുക്കൾ ഇതാ പുറപ്പെട്ടിരിക്കുന്നു. ഉടനെ വിവരം കിട്ടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചു കൂട്ടുന്നു. എന്ത് ചെയ്യും? ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇതാണ്, നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ റെഡിയാണോ എന്നിങ്ങനെ അൻസാറുകളുമുണ്ട് മുഹാജിറുകളുമുണ്ട്. അറിയില്ലേ അൻസാറുകളും മുഹാജിറുകളും? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തവരാണ് മുഹാജിറുകൾ. ഹിജറ ചെയ്തവർ എന്ന അർത്ഥത്തിൽ, മദീനയിലെ റസൂലിനെ സഹായിച്ചവർ എന്ന അർത്ഥത്തിലാണ് അൻസാർ, സഹായികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ രണ്ടു കൂട്ട സ്വഹാബികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ മുഹാജിറുകൾ പറയുന്നുണ്ട്, നബിയെ എന്ത് വേണമെങ്കിൽ തീരുമാനം എടുത്തോളൂ, എന്ത് തീരുമാനം എടുത്തോളൂ. അപ്പൊ റസൂല് പിന്നെയും ചോദ്യം ആവർത്തിക്കുക, രണ്ടാമതും ആവർത്തിക്കുന്നു, മൂന്നാമതും ആവർത്തിക്കുന്നു. അപ്പൊ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അൻസാരികളിൽപ്പെട്ട സ്വഹാബിയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റെന്ന് പറഞ്ഞു, റസൂലേ, അങ്ങയുടെ ആവർത്തിച്ചുള്ള ചോദ്യം കേട്ടാൽ ഞങ്ങളോടാണെന്നൊരു സംശയമുണ്ട്. കാരണം ഞങ്ങളാണല്ലോ അങ്ങനോട് കരാറ് ചെയ്തത്. മറ്റവർ പിന്നെ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് വന്ന ആളുകളാണ്. ഞങ്ങളെങ്ങാനും അങ്ങയെ കൈയൊഴിയുമോ എന്ന ആശങ്കയാണോ താങ്കൾക്കുള്ളത്? എന്നാൽ മുഴുവൻ അൻസാറുകൾക്കും വേണ്ടി ഞാനിതാ പറയുന്നു, താങ്കൾ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കൊള്ളുക, ഇഷ്ടമുള്ള തീരുമാനം എടുത്തുകൊള്ളുക, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക. താങ്കൾ ഒരു കടലിലേക്ക് എടുത്തു ചാടിയാൽ ആ കടലിലേക്ക് ഞങ്ങളും ചാടും. അത്രത്തോളം ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെങ്ങാനും പിന്തിരിയുമെന്ന് കരുതി നബിയെ അങ്ങ് ബേജാറാകണ്ട എന്ന് അൻസാറുകൾ പറഞ്ഞു. ഉടനെ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മുഹാജിറുകളിൽപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, മൂസാ നബിയുടെ ആളുകൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും അങ്ങയോട് പറയുകയില്ല. എന്താ മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞത്? മൂസാ നബിയുടെ ആളുകൾ ഒരു നിർണായക ഘട്ടം വന്നപ്പോ, അവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോ അവർ യുദ്ധത്തിന് വേണ്ടി വലിയ ആവേശത്തിന് നിൽക്കുക. അങ്ങനെ യുദ്ധം നിർബന്ധമാക്കപ്പെട്ട സാഹചര്യം വന്നപ്പോ അവർ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, മൂസ, നീയും എൻ്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോളി. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾക്കിപ്പോ വരാൻ സൗകര്യമില്ല. ഒന്ന് ആലോചിച്ചു നോക്ക്, ഒരു നബിയോടാ പറയുന്നത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത മൂസ. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾക്ക് വരാൻ സൗകര്യമില്ല എന്ന് മൂസാ നബിയോട് അനുയായികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല പ്രവാചകരെ. രണ്ടു കൂട്ട സഹാബികളും അൻസാറുകളും മുഹാജിറുകളും റെഡിയായി. ഓക്കെ, നമുക്ക് പോകാം. എത്ര ആളാണ്? 313 ആളുകൾ. എത്ര വാഹനമുണ്ട്? 2 കുതിര. 313 പേർക്ക് 2 കുതിര, 70 ഒട്ടകം. ഇത്രയേ ഉള്ളൂ. ഏതാനും ചില ആയുധങ്ങൾ മാത്രം കയ്യിലുണ്ട്. പട്ടിണി പാവങ്ങളാണ്. റമദാനിലെ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റമദാനാണ്, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആദ്യത്തെ റമദാൻ. 17 ആയിട്ടുണ്ട്. 17ന്റെ രാവാണ്. തിന്നാനൊന്നുമില്ല. ചില കാരക്ക ചീളുകൾ കൊണ്ടാണ് അത്താഴം കഴിക്കുന്നതും നോമ്പ് തുറക്കുന്നതൊക്കെ. അങ്ങനെ പട്ടിണിക്കോലങ്ങളായ, ആയുധമില്ലാത്ത, ആൾഫലമില്ലാത്ത ഒരു ചെറിയ സംഘം കുടിച്ച് അർമാദിച്ച് നൃത്തം ചെയ്തു വരുന്ന ഒരു സംഘവുമായി ഏറ്റുമുട്ടാൻ റെഡിയാവുകയാണ്. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുന്നു. ബദറിലേക്കാണ്. അപ്പൊ ബദറിലാണ് 2 കൂട്ടരും എത്തുന്നത്. ബദർ എന്ന് പറയുന്നത് മക്കൾക്കും മദീനക്കും ഇടയിലുള്ള, നമ്മളിൽ പലരും കണ്ടിട്ടുള്ള പ്രദേശമാണല്ലോ ബദർ. ആ രംഗം കവി ഇങ്ങനെയാണ്, വളരെ ശാന്തമായി. മറ്റവരിങ്ങനെ അർമാദിച്ച് തുള്ളി ചാടി യുദ്ധത്തിന് വേണ്ടി ഇപ്പൊ ശരിയാക്കി കളയും, എല്ലാം അവസാനിപ്പിക്കും എന്ന ഒരു ഭ്രാന്തൻ മനസ്സോടുകൂടി വരുമ്പോ അള്ളാഹിന്റെ റസൂലും സഹാബത്തും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി അത് കവി ഇങ്ങനെ പറഞ്ഞു, ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി മൂണ്ടെണ്ണം കെട്ടിട അതിലുണ്ട് അബിയൽ വർണ്ണമതാ പിണ്ടണ്ടും
അസ്വദുമാമേ. അത് മഹാന്മാര് ഇശ്രികൾ അറിയുന്നവർ പറയുന്നത് ഈ കുതിരയുടെ കാലിങ്ങനെ വെക്കൂലേ, ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം. യാസീൻ നബിയുടെ പേരാണല്ലോ യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പുറപ്പെടുകയാണ്. വളർക്കൊടി 3 കൊടി ഉണ്ടായിരുന്നു. 3 കൊടി ഉണ്ടായിരുന്നു. ഒന്ന് പൊതു പതാക. ആ പതാക പിടിച്ചത് മഹാനായ ആരായിരിക്കും? നമുക്ക് ആലോചിക്കാവുന്നതാണ്. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും വേണ്ടപ്പെട്ട ഉത്തരപ്പ് പറയണമെങ്കിൽ നാളെ ഒരു സമ്മാനം ഉണ്ടാവും. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഒരുപോലെ വേണ്ടപ്പെട്ട കഴിഞ്ഞ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുകയാണെങ്കിൽ മാഷാ അല്ലാ സമ്മാനം കൊടുക്കണം കേട്ടോ. എന്ത് പേരെന്റെ മറന്നു? മുഹമ്മദ് റാഫിഖ് സർ. കേട്ടില്ലേ? മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ആണ്. കാരണം മദീനയിൽ പോയി കളമൊരുക്കിയത് മുസ്അബ് റളിയല്ലാഹു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു ആണ് പൊതു പതാക 2 കൂട്ടർക്കും വേണ്ടിയുള്ള പതാക ഏന്തിയത്. എന്നാൽ മുഹാജിറുടെ പതാക ഏന്തിയതോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള്. അൻസാറുകളുടെ പതാക പിടിച്ചത് ഞാനിപ്പോ പറഞ്ഞു. നേരത്തെ ഒരു സഹാബിയുടെ പേര് പറഞ്ഞു. അൻസാറുകളുടെ ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയെ അങ്ങ് എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞൊരു സഹാബി ഓർക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യല്ലോ കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാന്ന് ആരും വിചാരിക്കരുത്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പെട്ടെന്ന്? മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. സങ്കടം വരും സഅദ് ബിൻ മുആദ് തങ്ങളുടെ ചരിത്രം നമുക്ക് കേട്ടാൽ. അത് വേറെ പഠിക്കേണ്ടതാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 5 കൊല്ലം 5 6 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. വലിയൊരു ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് 35 വയസ്സ് മറ്റോ ആകുമ്പോഴേക്ക് ഷഹാദത്ത് വരിച്ചത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു. നമ്മളൊക്കെ എത്ര കൊല്ലം ജീവിച്ചു ഇസ്ലാമിന് വേണ്ടി? എത്ര കൊല്ലം നമ്മളൊക്കെ നിസ്കരിച്ചു? എത്ര കൊല്ലം നമ്മളൊക്കെ നോമ്പെടുത്തു? വളരെ ചുരുങ്ങിയ വർഷം ജീവിച്ച മഹാന്മാരായ സഹാബത്ത് വലിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് അവരൊക്കെ പോയത്. അങ്ങനെ 3 പതാക. അതാണ് വളർക്കൊടി 3 കെട്ടിടതിലുണ്ട് അബിയല് വർണ്ണമതാം പിണ്ടണ്ടും അസ്വദുമാമേ. ഒരെണ്ണം അബിയലാണ്, 2 അസ്വദാണ്. പൊതു പതാക മുസ്അബ് റളിയല്ലാഹു അൻഹു പിടിച്ച പതാക വെള്ളക്കൊടിയായിരുന്നെങ്കിൽ അലി റളിയല്ലാഹു അൻഹും സഅദ് ഇബ്നു മുആദ് തങ്ങളും പിടിച്ച പതാക കറുത്ത കൊടിയായിരുന്നു. അങ്ങനെ 3 കൊടിയുമായി മഹാന്മാരായ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദറിലേക്ക് വളരെ ശാന്ത സുന്ദരമായ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്നതിൽ തന്നെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ വക്താക്കളായി ദീനിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഇൽമും അതിനുള്ള പക്വതയും അതിനുള്ള ഹിമ്മത്തും ഇസ്സത്തും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.